Hi friends, I'm Susan. Welcome to my channel Healthy Yummy Bites. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറിയുടെ റെസിപ്പിയാണ്. കോളിഫ്ലവർ ഒന്നും സ്മാഷ് ആയി പോകാതെ എന്നാൽ മസാല നല്ലതായി പിടിച്ച് തിക്ക് ഗ്രേവിയോടുകൂടെയുള്ള കോളിഫ്ലവർ കറി ഉണ്ടാക്കാം. ആദ്യമേ കറി ഉണ്ടാക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് എന്തെല്ലാമെന്ന് നോക്കാം. ഒരു കോളിഫ്ലവർ ഏകദേശം 700 ഗ്രാം ഉണ്ട്. ഒരു ഒണിയൻ, ഒരു ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു പിടി മല്ലിയില, ഇതെല്ലാം കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കണം. ആദ്യം തന്നെ കോളിഫ്ലവറിൻ്റെ ലീഫ് എല്ലാം മാറ്റിയെടുക്കാം. നാലായി കട്ട് ചെയ്ത് അതിൻ്റെ ഫ്ലോററ്റ്സ് എല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കുക. നടുഭാഗത്തുള്ള ഈ സ്റ്റെം കളയേണ്ട ആവശ്യമില്ല. അതും കൂടെ ഫ്ലോററ്റ്സിലോട്ട് ചേർത്ത് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിടുകയും ചെയ്യാം. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി, അധികം ചെറിയതാക്കണ്ട. ഈ സൈസിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഫ്ലോററ്റ്സ് എല്ലാം നന്നായി കട്ട് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക. അതിനുശേഷം കോളിഫ്ലവർ നന്നായി വൃത്തിയാക്കുന്നതിനായി അതിലേക്ക് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളവും 1 സ്പൂൺ ഉപ്പും ഇട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം കോളിഫ്ലവറിന് നല്ല കളറും അതിലെ അഴുക്കും എല്ലാം മാറിക്കിട്ടും. ഇതിനുശേഷം ഇതിലെ വെള്ളം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് മാറ്റിയെടുക്കുക. ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ പ്രിപ്പറേഷൻ ചെയ്യാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായി ചതച്ചെടുക്കാം. ജാറിലിട്ട് 1-2 പ്രാവശ്യം കറക്കുമ്പോൾ ഇതുപോലെ നന്നായി ചതഞ്ഞു കിട്ടും. ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തെടുത്തത് മാറ്റി വെക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ ടൊമാറ്റോയോടിട്ട് പ്യൂരി ആക്കിയെടുക്കാം. ടൊമാറ്റോ പ്യൂരിയും റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഒണിയൻ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഒരു വലിയ ഒണിയനാണ് എടുത്തിരിക്കുന്നത്. ചെറിയതാണെങ്കിൽ 2 എടുക്കണം. ഇത് മാറ്റി വെക്കാം. ഇനിയും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കഴുകി വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കോളിഫ്ലവർ മുരിച്ചെടുക്കുന്നത് കാരണം അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. 2 മിനിറ്റ് നേരം ഇളക്കി വഴറ്റുക. അതിനുശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. നോക്കിയാൽ അറിയാം കോളിഫ്ലവറിൻ്റെ സൈഡിലൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് പൊട്ടിക്കാം. കടുകും ജീരകവും പൊട്ടുന്നതിനോടൊപ്പം അതിലേക്ക് ഗരം മസാല ഹോൾ സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ. കറിയിലൊക്കെ ഗരം മസാല ഹോൾ സ്പൈസസ് ചേർക്കുവാണെങ്കിൽ ആദ്യമേ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് വഴറ്റാം. ഫ്ലെയിം മീഡിയം ആക്കി വെച്ച് വഴറ്റി കൊടുക്കുക. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വഴറ്റണം. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യാനും ഓർക്കണേ. ജിഞ്ചർ ഗാർലിക് നന്നായി സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഒണിയൻ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒണിയനും കൂടി ഇട്ട ശേഷം വീണ്ടും നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. ഒണിയൻ ലൈറ്റ് ബ്രൗൺ ആകാൻ തുടങ്ങുന്നിടം വരെ വഴറ്റുക. അധികം ബ്രൗൺ കളർ ആക്കണ്ട. ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീര പൗഡറും 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. സ്പൈസസ് എല്ലാം ചെറുതീയിൽ വെച്ച് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കുന്നു. കുരുമുളക് ഫ്രഷായി ക്രഷ് ചെയ്തത് എടുക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി വഴറ്റണം. ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ സൈഡിൽ കൂടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നിടം വരെ നന്നായി വഴറ്റുക. ഇപ്പം നോക്കും മസാലയുടെ കളറൊക്കെ മാറി ഇപ്പം നല്ലതായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം.
നന്നായി ഇളക്കി ചേർക്കുക. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഈ സമയത്ത് സൈഡിൽ കൂടി ഇങ്ങനെ ചുറ്റി ഒഴിക്കുക. ഞാനിവിടെ 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയിലയും തൂകി അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ തുറന്ന് നോക്കാം. നന്നായി മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഒരു കഷ്ണം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം വെന്തോ എന്നും ടേസ്റ്റുമൊക്കെ. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. ഒരു പിഞ്ച് ഷുഗർ ചേർത്ത് കൊടുക്കുന്നു. സ്പൈസസ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒരു പിഞ്ച് ഷുഗർ ചേർക്കുന്നത്. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല തിക്ക് ഗ്രേവിയോടെയുള്ള കോളിഫ്ലവർ കറി റെഡിയാണ്. ഇത് നോക്ക്. ലാസ്റ്റിലായി ഇതിലേക്കൊരു 1/4 ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എരിയും പുളിയും മധുരവും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആയി വരട്ടെ. ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കോളിഫ്ലവർ ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല തിക്ക് ഗ്രേവിയോടുകൂടെ നല്ല രുചിയോടുകൂടിയുള്ള കോളിഫ്ലവർ കറി റെഡിയാണ്. ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് പ്ലേറ്റ് ചെയ്യാം. വളരെ രുചികരമായ കോളിഫ്ലവർ കറി. ചൂടോടെ ഇത് നല്ല സ്റ്റീംഡ് റൈസിൻ്റെ കൂടെയോ ചൂട് ചപ്പാത്തി നാനോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണേ. ഇതിന് മുകളിലേക്ക് അല്പം കൊറിയാണ്ടർ ലീഫ് കുത്തി അരിഞ്ഞതുമിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടേസ്റ്റി വിഭവമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.